വിതുരയിൽ KSRTC ഡ്രൈവർക്ക് മർദ്ദനം. യുവാക്കൾ ബിയർ കുപ്പി കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചു. വിതുര ഡിപ്പോയിലെ ഡ്രൈവർ നന്ദകുമാറിനാണ് പരിക്കേറ്റത്. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് കൂടി ചേരുന്നു. കമലേഷ്, എപ്പോഴായിരുന്നു ഈ ആക്രമണം നടക്കുന്നത്? ആക്രമണത്തിന്റെ കാരണം എന്താണ്? ഈ അക്രമിക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? വിവരങ്ങൾ. വിതുരയിലേക്ക് പോകുന്ന ബസ് ഈ വിതുര കലിങ്ക് ജംഗ്ഷനിൽ ആളെ ഇറക്കിയതിനു ശേഷം മുന്നോട്ട് പോയി. അതായത് ഈ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടെ ഒരു ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടെ നിന്നും മദ്യം വാങ്ങിയെത്തിയ രണ്ട് യുവാക്കളാണ് ഇത്തരത്തിൽ ഈ ഡ്രൈവർ നന്ദകുമാറിനെ ബിയർ കുപ്പി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുള്ളത്. ഈ ബസ് ബൈക്ക് ഈ ബസ്സിന് കുറുകെ വരികയും ബസ് പെട്ടെന്ന് തന്നെ ചവിട്ടി നിർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്കേറ്റം ഉണ്ടാവുകയും അതിന്റെ ഭാഗമായി ഈ ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിയ മദ്യക്കുപ്പി കൊണ്ട്, അതായത് ഈ ബിയറിന്റെ കുപ്പി കൊണ്ട് ഈ ഡ്രൈവറുടെ തലയ്ക്ക് അടിക്കുകയുമായിരുന്നു. ആ ഡ്രൈവറെ വല്ലാതെ അസഭ്യം പറയുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. അതിനുശേഷമാണ് ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഏതായാലും ഈ ഡ്രൈവറുടെ ചെവിക്ക് മുകളിലായി തലയ്ക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആദ്യം അവിടുത്തെ ഒരു ആശുപത്രിയിൽ, സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പ്രാഥമിക ശുശ്രൂഷ നൽകിയതിനു ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ സംഭവത്തിൽ വർക്കല സ്വദേശിയായ നൌഫൽ എന്നയാളെ വിതുര പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതേസമയം ഈ കസ്റ്റഡിയിലെടുത്ത ആൾ പറയുന്നത് നേരത്തെ തന്നെ ഈ ബസ്സും ഈ സ്കൂട്ടറും തമ്മിൽ, ഈ ബൈക്കും തമ്മിൽ ഒരു അത് ഉരസുന്ന നിലയിലേക്ക് ഒരു പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി അത് ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് പിന്നീട് ഒരു സംഘർഷത്തിലേക്ക് പോയത് എന്ന ഒരു വിശദീകരണമാണ് ഈ കസ്റ്റഡിയിലെടുത്ത ആൾ നൽകുന്നത്. ഏതായാലും ഈ വിതുര ഡിപ്പോയിലെ ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. നന്ദകുമാറിനാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇയാൾ ആശുപത്രിയിൽ, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ്. ഒരാളാണ് ഈ വിഷയത്തിൽ, നൌഫൽ എന്ന് പറഞ്ഞ ഒരാളാണ് വിഷയത്തിൽ നിലവിൽ കസ്റ്റഡിയിലുള്ളത്. ശരി, കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങളുമായി ചേർന്നത്.